എനിക്ക് ദൈവവുമായിട്ടുള്ള എന്റെ സംഭാഷണം ഓക്കെ ആയി മാറും. ഇന്നലെ മുതല് ഇന്ന് വരെയുള്ള കുറെ കാര്യങ്ങൾ തമ്പുരാനോട് സംസാരിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ട ഇതായിരുന്നു ആദത്തിന്റെയും ഹവ്വയുടെയും പ്രത്യേകത. അവർ ദൈവവുമായിട്ട് ഒരു സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞിരുന്നവ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവർക്ക് സംസാരിക്കാൻ പറ്റാതെ അവർ പതുക്കെ പതുക്കെ ദൈവത്തിൽ നിന്ന് ഒളിക്കാൻ തുടങ്ങി. അവർ ദൈവസന്നിധിയിൽ ചെല്ലാൻ പറ്റാതെ. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ലാതെ. അതന്നെ സ്നേഹബന്ധങ്ങൾ കണ്ടത്. ഒരു അപ്പനോടോ അമ്മയോടോ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളിൽ ആ ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്നേഹ സംഭാഷണം ഇല്ല. പിന്നെ സ്നേഹത്തോടെ വിടാൻ പറ്റില്ല. നമ്മൾ അവിടെ എവിടെയെങ്കിലും വാശിയും വൈരാഗ്യവും വെറുപ്പും നമുക്കുള്ളതെല്ലാം നമ്മൾ പിന്നെ കുടഞ്ഞെടുക്കുകയും ശരിക്കും ബന്ധം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാൻ സംസാരിക്കുന്ന കപടത, സ്വാർത്ഥത, ഒരു നല്ല ബന്ധമില്ലേ? ഒരാളെ സ്നേഹിക്കുന്ന പോലും ആത്മാർത്ഥമായിട്ടില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി സ്നേഹിക്കുന്നത്, കാര്യസാധനത്തിന് വേണ്ടി, മുഖസ്തുതിയായി, പുകഴ്ത്തലായി, മുഖച്ചമർച്ചിലായി, അവരെ എന്തെങ്കിലും പറ്റിച്ചെടുക്കലായി, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ആ സ്നേഹം യഥാർത്ഥ സ്നേഹമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അവിടെ ആ ബന്ധം തകർന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിലും ഒറ്റ കാര്യമാണ്. ഇവിടെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ തമ്പുരാനെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ തമ്പുരാന്റെ അടുക്കൽ വന്നിരുന്ന് കുറേ സമയം സംസാരിക്കണം. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അത് കർത്താവിന്റെ അടുത്ത് നിൽക്കുന്ന കർത്താവെ, ഞാൻ ഇങ്ങനെയാണ്, എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, കുറെ ബലഹീനതകളുണ്ട്, കുറെ പ്രശ്നമുണ്ട്, കുറെ രോഗമുണ്ട്, കടബാധ്യതയുണ്ട്, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സംഭാഷണം നിങ്ങൾ ആരംഭിച്ചിരിക്കണം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വളരെ ലളിതമായ ഭാഷയിൽ നിങ്ങളോട് പറയുകയാണ്. അതായത് കർത്താവിന്റെ സന്നിധിയിൽ കുറച്ചും കൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് തുടങ്ങണം. അതിനാണ് ഈ പരിശുദ്ധ കുർബാന ഇവിടെ എഴുന്നള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾ ദിവ്യാനുസന്നിധിയിൽ വന്നിരുന്നിട്ട് കുറച്ചു സമയം നിങ്ങൾ കർത്താവിനോട് സംസാരിക്കാനും ദൈവസ്വരം കേൾക്കാനും. അപ്പൊ ഒന്നും നമുക്കൊരു അനുഭവം ഉണ്ടാകില്ല. ഞാൻ നിങ്ങളുടെ ആദ്യത്തെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ബന്ധം. ഇവിടെ നല്ല ബന്ധത്തിലുള്ളവരുണ്ട്, എന്താ പറഞ്ഞാൽ ഈശോയോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, എല്ലാ കാര്യവും ആലോചന ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഞാൻ മനോഹരമായ ഒരു വചനം കൊടുത്തിട്ടുണ്ട്. കർത്താവ് ചോദിക്കുന്നുണ്ട്, ജെറമിയ പ്രവാചകൻ 23:23 വചനം ഏതാണ്? ജെറമിയ 23:23. മറന്നു പോകാനൊന്നുമില്ല, പെട്ടെന്ന് എളുപ്പത്തിലാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23:23. എങ്ങനെയാണ്? ജെറമിയ 23:23 പറയാണ്, കർത്താവ് ചോദിക്കുകയാണ്, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? ചോദിക്കുകയാണ്, വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ദൈവമല്ലേ? ഹല്ലേലൂയ. എങ്ങനെയാണ് ചോദിക്കുന്നത്? ജെറമിയ 23:23 നിങ്ങളൊന്ന് വായിച്ചേ. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ? എന്നിട്ട് ചോദിക്കണം, എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതത്തിൽ ഒഴിക്കാൻ പറ്റുമോ? സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ പാട്ടുണ്ട്, കർത്താവേ അല്ലെ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ അല്ലെ, ആകാശം നിൻ പാർപ്പിടമല്ലോ. മരണസമയത്ത് പാടുന്ന പാടല്ലേ, എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ അല്ലെ, അല്ലെ, ആകാശം നിൻ പാർപ്പിടമല്ലോ അല്ലെ, ആഴിയുമോഴിയും നിറയുന്നോ. പ്രിയപ്പെട്ട ദൈവസന്നിധിയിൽ നിന്ന് മനുഷ്യർ എത്ര ഒളിക്കാൻ നോക്കിയാലും ഒളിക്കാൻ പറ്റില്ല. നമ്മൾ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിലും ദൈവം നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ആർക്കും ഒളിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. കർത്താവ് ആരെയും ഉപേക്ഷിക്കില്ല. ഇതെനിക്ക് നല്ല ബോധ്യം. ഈ ധ്യാനയന്ത്രത്തിൽ ഇത് മാത്രമല്ല, എന്റെ പൗരോഹിത്യ ജീവിതത്തിലുടനീളം ഞാൻ നോക്കുമ്പോൾ ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ആ വ്യക്തി ദൈവത്തിന്റെ പക്കലേക്ക് ഒന്ന് വരാൻ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചാൽ, ചിലപ്പോൾ നമ്മൾ ഞാൻ വിളിച്ചിട്ട് കർത്താവ് കേൾക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ തമ്പുരാന്റെ സന്നിധിയിലേക്ക് വരാൻ ഒരു ചെറിയൊരു ആഗ്രഹം ഒരാളുടെ ഉള്ളിലുണ്ടായാൽ അപ്പോൾ തന്നെ കർത്താവ് അവരുടെ സമീപത്തെത്തിയിരിക്കും. കാരണം എന്താ പറയുക, ഒറ്റ കാര്യമുള്ളൂ, ആരും നശിച്ചു കാണാൻ ആരാഗ്രഹിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നു. വേറെ മനോഹരമായ പറഞ്ഞുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യം. അതിങ്ങനെയാണ്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ തിരുക്കുമാരനെ നൽകാൻ തക്ക വിധം ലോകത്തെ എങ്ങനെയാണ്
അത്രമാത്രം സ്നേഹിച്ചു. അങ്ങനെ പറയാണ്, ദൈവം തന്റെ തിരുക്കുമാരനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം ദൈവം സ്നേഹിച്ചു. ഹല്ലേലൂയ.